കെപിസിസിയുടെ രാഷ്ട്രീയകാര്യ സമിതിയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന തീരുമാനം. ഡൽഹിയിൽ കെപിസിസി ഭാരവാഹികൾ നടത്തിയ പ്രാഥമിക ചർച്ചയിലാണ് തീരുമാനം. രാഹുൽ ഗാന്ധിയുമായി അവർ കൂടിക്കാഴ്ച നടത്തി. എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ശക്തി അദ്ദേഹം ഞങ്ങൾക്ക് നൽകി. ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാനുള്ള ഊർജം ലഭിച്ചു. വളരെ സന്തുഷ്ടരായിട്ട് ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുകയാണ്. ഉടനില്ല, ഒന്നിനും തിരക്കില്ല. ഇല്ല, ഒന്നിനും തിരക്കില്ല. ആവശ്യമായ അതൊക്കെ അതിൻ്റെ ഘട്ടങ്ങളിൽ, സംഘടനാപരമായ കാര്യങ്ങൾ അതിൻ്റെ ഘട്ടത്തിൽ ആദ്യമേ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടല്ല ചർച്ച. യു വിൽ ഡിസ്കസ്. ഇല്ല, അത്ര കാര്യമില്ല. സംഘടനയെ ശാക്തീകരണം, അതാണ് സ്ട്രെങ്തനിങ് ദ പാർട്ടി. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓഫ് കോഴ്സ് ആവശ്യമായ ശാക്തീകരണം, ആവശ്യമായ സമയത്ത്, തക്ക സമയത്ത്, ആവശ്യമായത്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. വി വിൽ ഡിസ്കസ് ആൻഡ് ഡിസൈഡ്. അത് ആലോചിച്ചിട്ടില്ല. അത് റീസെൻ്റ്ലി ഫോംഡ് അല്ലേ. ദാറ്റ് വിൽ ബി കണ്ടിന്യൂ. തുടരുന്ന റീസെൻ്റ്ലി ഫോംഡ്. ഡി ധനസുമോദ് വിവരങ്ങളുമായി. ധനസുമതി, കൂടിക്കാഴ്ചയുടെ വിശദാംശം എന്താണ്? ഒപ്പം ഈ രാഷ്ട്രീയകാര്യ സമിതി പുനഃസംഘടിപ്പിക്കേണ്ടതില്ല എന്ന് ഇപ്പോൾ കണക്കൂട്ടുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയകാര്യ സമിതി 2023 സംഘടിപ്പിച്ചത്. രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചതിന് ശേഷം അതിന്റെ ആദ്യ യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോവുകയും BJP-യിൽ ചേരുകയും ചെയ്തിരുന്നു. പിന്നെ ഇതുകൂടാതെ ചൂർനാട് രാജശേഖരൻ നിര്യാതനാകുകയും ചെയ്തിരുന്നു. ആ ഒരു കമ്മിറ്റി പുനഃസംഘടിപ്പിക്കേണ്ട എന്ന് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറിച്ച് ജനറൽ സെക്രട്ടറിമാരടക്കം പുതിയ ആളുകളെ കൊണ്ടുവരാൻ, പുതിയ മുഖങ്ങളെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം ഉൾക്കൊള്ളുമ്പോൾ മുതിർന്നവർക്കും അതേപോലെ തന്നെ ചെറുപ്പക്കാർക്കും, സ്ത്രീകളും, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവർക്കും എല്ലാവർക്കും കൂടി ഒരു പ്രാധാന്യം നൽകുന്ന ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു പുനഃസംഘടനയായിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി KPCCയിൽ നേതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സോഷ്യൽ എഞ്ചിനീയറിംഗിന് മുൻതൂക്കം നൽകാതിരുന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തിലെ പല സീറ്റുകളും നഷ്ടമായത്. തൃശൂർ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, ഇടുക്കി തുടങ്ങിയ സ്ഥലങ്ങളിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് വളരെ കൃത്യമായാൽ ഇനിയും കൂടുതൽ സീറ്റുകൾ അവിടെ നിന്ന് പിടിച്ചെടുക്കാമെന്നും അങ്ങനെ UDF ഭരണത്തിൽ എത്താമെന്നുമാണ് ഹൈക്കമാൻഡ് കണക്കൂട്ടുന്നത്. അതനുസരിച്ചുള്ള ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആരംഭിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി പല മത ജാതി ഗ്രൂപ്പുകളുമായി സംസാരിക്കും എന്ന് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശനോട് സംസാരിക്കുമോ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മാത്രമായി മാറ്റി നിർത്തില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. സോഷ്യൽ എഞ്ചിനീയറിംഗിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഒരു പുനഃസംഘടന തന്നെയായിരിക്കും നടത്തുന്നത്. അതേപോലെ തന്നെ എല്ലാ ജാതിമത ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോയി തന്നെ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും, തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരേപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു കൗണ്ട് ഡൗൺ ആരംഭിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നത്. ശരി.